സർ, ഇക്കഴിഞ്ഞ ദിവസം LDFന് കിട്ടാവുന്ന ഏറ്റവും വലിയ ചെകിടത്തടി, പിണറായി വിരുദ്ധതയ്ക്ക് കിട്ടിയ ചെകിടത്തടിയാണ് UDF പോലും പ്രതീക്ഷിക്കാത്തൊരു വൻ വിജയം അവർക്കുണ്ടായത്. സർ, എലക്ഷൻ സ്ട്രാറ്റജി ഇത്രയും ഭംഗിയായി ചെയ്യാൻ കഴിയുന്ന പിണറായി വിജയൻ മുസ്ലിം വോട്ടുകൾ, ഈ കഴിഞ്ഞ ഭരണം അവർക്ക് കിട്ടിയത് മുസ്ലിം വോട്ട് കിട്ടിയിട്ടാണ്. മുസ്ലിം വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ പിണറായി വിജയൻ്റെ ആ സ്ട്രാറ്റജി ഇപ്രാവശ്യം വർക്കൗട്ട് ആയില്ല. മലപ്പുറം തുടങ്ങി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് അവരുടെ ശക്തി തെളിയിച്ചുകൊണ്ട് നിരവധി പഞ്ചായത്തുകളിലേക്ക് അവർ വിജയിച്ചു കയറി. സർ, പിണറായിയുടെ തന്ത്രം എവിടെയാണ് പിഴച്ചത്? എവിടെയാണ് ലീഗ് വിജയിച്ചത്? മുസ്ലിം വോട്ട് CPM-ൽ നിന്ന് അകന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. മലപ്പുറം ജില്ലയിലെ 2006-ൽ KT ജലീലിനെ കുറ്റിപ്പുറത്തിറക്കി കളിച്ച കളിയുണ്ടല്ലോ, അന്ന് കുഞ്ഞാലിക്കുട്ടിയെ അവിടെ തോൽപ്പിച്ചത്. അതിനെ തുടർന്ന് CPM വളരെ വിജയകരമായി ഈ കഴിഞ്ഞ 2021-ലെ അസംബ്ലി ഇലക്ഷനിൽ വരെ പരീക്ഷിച്ച് വിജയിച്ച ആ തന്ത്രം ഇപ്രാവശ്യം അമ്പേ പരാജയപ്പെട്ടു എന്ന് തന്നെ ഞാൻ പറയും. അത് ഞാൻ പറയുന്നത്, മലപ്പുറത്തെ 94 ഗ്രാമപഞ്ചായത്ത്, അതിൽ 88 എണ്ണവും UDF പിടിച്ചു. 1-2 എണ്ണത്തിൽ തൂക്ക് പഞ്ചായത്ത് കൗൺസിലാണ്. വെറും 4 എണ്ണമാണ് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. 14 ബ്ലോക്ക് പഞ്ചായത്തിൽ പൊന്നാനി ഒഴിച്ചുള്ളതെല്ലാം UDF-ന്റെ കയ്യിലാണ്. 11 മുനിസിപ്പാലിറ്റികളിൽ പൊന്നാനി ഒഴിച്ചുള്ളതെല്ലാം UDF പിടിച്ചു. ലീഗ് അതിൻ്റെ ഒരു പ്രഭാവ കാലത്തേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നമ്മളെ കാണിച്ചത്. ഇവിടെ ന്യായമായി വരുന്ന ഒരു ഭീതിയുണ്ട്. ബംഗാളിലെ അവസ്ഥയാകാൻ പോവുകയാണോ CPM-ന് എന്നൊരു ചോദ്യമുണ്ട്. ബംഗാളിൽ മുസ്ലിം വോട്ടിലാണ് CPM തുടർച്ചയായി വിജയിച്ചു കയറിയത്. ഈ മുസ്ലിം വോട്ട് പിന്നീട് മമതാ ബാനർജി പിടിച്ചെടുത്തപ്പോൾ CPM ഒന്നുമല്ലാതായി. ഹിന്ദു വോട്ട് BJP-യിലേക്ക് പോയി. കാരണം കൃത്യമായി ഹിന്ദുത്വം പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉള്ളപ്പോൾ ഹിന്ദു വോട്ട് അങ്ങനെ CPM-ൽ നിൽക്കില്ല. അപ്പുറത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ സ്വാധീനശേഷിയും കൂടുതൽ നിലനിൽക്കാൻ അവർക്ക് ഒരു അംഗസംഖ്യയും വന്നു കഴിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് CPM-ന്റെ ആവശ്യം ഇനി അവർക്കില്ല. ഇതാണ് മലപ്പുറത്ത് കണ്ടത്. കോഴിക്കോട്ടും ഇത് തന്നെ കണ്ടു. കോഴിക്കോട് കോർപ്പറേഷനിൽ UDF ഒരു മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ശരിക്കും പറഞ്ഞാൽ BJP-ക്ക് ഒരു 10-13 സീറ്റും കിട്ടി അവിടെ. BJP പെട്ടെന്ന് വലിയൊരു ശക്തിയായി. ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തവണ 50 കൗൺസിലർമാരുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം 32 എങ്ങാണ്ടാണ്. ആ രീതിയിലേക്ക് താഴോട്ട് പോകും. അപ്പം ഇതെല്ലാം കാണിക്കുന്നത് CPM പിന്തുടർന്ന ഒരു മുസ്ലിം രാഷ്ട്രീയമുണ്ട്. അതായത് മലപ്പുറത്ത് ലീഗിനപ്പുറത്തേക്ക് കടന്നു ചെല്ലുന്ന ഒരു മുസ്ലിം രാഷ്ട്രീയം രൂപപ്പെടുത്താൻ അതിൻ്റെ 2000-ന് ശേഷം CPM-ന് കഴിഞ്ഞു. അതിൻ്റെ ക്രെഡിറ്റ് പുറത്ത് നമ്മൾ അറിയുന്നത് പിണറായി വിജയനാണെന്നാണ്. പക്ഷെ എനിക്കിപ്പോൾ സംശയം, യഥാർത്ഥത്തിൽ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടിയിരുന്നത് കോടിയേരി ബാലകൃഷ്ണനാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം കോടിയേരിയെ പോലെ ഒരു തന്ത്രജ്ഞൻ്റെ അഭാവമാകാം ഇപ്രാവശ്യം കാര്യങ്ങൾ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ കൈവിട്ടു പോയതെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പണ്ട് തൊട്ടേ CPM അവിടെ ചെയ്തുകൊണ്ടിരുന്നത് കോൺഗ്രസിലെയും ലീഗിലെയും ഇടയുന്ന നേതാക്കന്മാരെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കുക. അങ്ങനെയാണല്ലോ TK ഹംസ CPM-ലേക്ക് വരുന്നത്. TK ഹംസ കോൺഗ്രസിന്റെ വലിയ കരുത്തനായ നേതാവായിരുന്നു. മലപ്പുറം DCC പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് നമ്മളത് കാണുന്നത് ഈ 2006-ൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ KT ജലീൽ ആ കാലഘട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു വലിയ ഫയർ ബ്രാൻഡ് നേതാവായിരുന്നു. ആ ജലീലിനെ കൊണ്ടുവന്ന് അവിടെ സ്ഥാനാർത്ഥിയാക്കി കുഞ്ഞാലിക്കുട്ടിയെ തറ പറ്റിച്ചു. പിന്നീട് കാലാകാലങ്ങളിലായിട്ട് AP സുന്നികളായിട്ടും
അതുപോലെ പിന്നെ മറ്റ് വിഭാഗങ്ങൾ, ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ആയിട്ട്, അതല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുമായിട്ട്, അതിനു മുമ്പ് PDP ആയിട്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ഫ്രിഞ്ച് ഗ്രൂപ്പുകളുമായിട്ട്, അല്ലെങ്കിൽ തീവ്ര നിലപാടുകൾ എടുക്കുന്ന മുസ്ലിം ഗ്രൂപ്പുകളുമായിട്ട് തന്ത്രപരമായ അടവുനയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തീർച്ചയായിട്ടും സഖ്യത്തിലൂടെ അതിലൂടെ ഈ വോട്ടുകളൊക്കെ ആകർഷിച്ചു. പിന്നെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അതിന് പ്രയോജനമുണ്ട്. ഇപ്പൊ താനൂരിൽ നിന്നും അബ്ദുൾ റഹ്മാൻ, നമ്മുടെ സ്പോർട്സ് മന്ത്രിയല്ലേ അദ്ദേഹം, അതെ താനൂര്, താനൂര് അബ്ദുൾ റഹ്മാൻ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അതുപോലെ പി വി അൻവർ, അതെ കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സുകാരനായിരുന്നു. തന്ത്രപൂർവ്വം PV അൻവറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവരൊക്കെ തന്നെ CPM-ന് മലപ്പുറത്ത് കാലുറപ്പിക്കാനുള്ള ഒരു ഇടം കൊടുത്തു. CPM അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു. ഇതൊക്കെ തന്നെ വരുന്നത് എനിക്ക് തോന്നുന്നു ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം മലപ്പുറത്ത് ഉണ്ടായ ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാക്കി. അങ്ങനെ ഒരു പുതിയ ഇടയ്ക്കൊന്നും ചോദിച്ചോട്ടെ, അതായത് സാറ് പറഞ്ഞു കോടിയേരിയെ പോലെ ഒരു നേതാവിന്റെ അഭാവം ആണോ ഇവരെ CPM-ലേക്ക് അടുപ്പിക്കുന്നതിലേക്ക് പരാജയപ്പെട്ടത്? ഇവരെ ഇപ്പം ജലീലിന്റെ കാര്യം സാറ് പറഞ്ഞു, അതുപോലെ CPM എടുത്തിരുന്ന ചില അടവ് നയങ്ങൾ ഹംസയെ കൊണ്ടുവന്നു, വേറെയൊക്കെയുള്ള നേതാക്കൾ ഇപ്പോൾ അൻവറിനെ കൊണ്ടുവന്നു. സാർ, അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ അടവ് നയത്തിൽ CPM പിണറായിക്ക് ശേഷം ആർക്കും ആ ബുദ്ധി പോകുന്നില്ല. ഗോവിന്ദന് ഒരു പരാജയമായിരുന്നു. സാർ, അതും കൂടെ ഒന്ന് പൂർണ്ണമായിട്ട് വ്യക്തമാക്കി പറയൂ സാർ. വെറുതെ കൊടിയേരി പറഞ്ഞു പോകാൻ കഴിയില്ല. പറയൂ. അല്ല, ഗോവിന്ദനെയും കൊടിയേരിയെയും തമ്മിൽ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. കൊടിയേരി ഒരു യഥാർത്ഥ രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ബന്ധങ്ങളുണ്ട്. ഇപ്പൊ എന്നോട് പല പത്രക്കാരും പറയും, നമ്മൾ കൊടിയേരിയുടെ ഫോണിലോട്ടൊന്ന് വിളിച്ചാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു വിളിക്കും. അദ്ദേഹം പിന്നെ പുറത്ത് വെച്ച് കണ്ടാൽ എല്ലാവരെയും വളരെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. CPM-ൽ അങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു പുഞ്ചിരി മുഖത്തിന് ഒരു അലങ്കാരമായിട്ടുള്ള എത്ര വ്യക്തികളുണ്ട്? സാർ പറഞ്ഞ കറക്റ്റാ. പിണറായി പലപ്പോഴും ബന്ധപ്പെട്ട് ചിരിക്കാൻ ശ്രമിക്കുമെങ്കിലും ചിരി യഥാർത്ഥത്തിൽ അത് മറ്റെന്തോ ആയിട്ട് മാറുകയാണ്, ഒരു കൊലച്ചിരിയായിട്ടാണ് കാണുന്നത്. പക്ഷെ കൊടിയേരിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മക്കളെ കൊണ്ടൊക്കെ ഒരുപാട് ശല്യം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത്, അവരൊരുപാട് പ്രശ്നങ്ങളിൽ പോയി ചാടിയവരാണെന്നും ഒക്കെ ഉള്ളത് അംഗീകരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ഒരു തന്ത്രജ്ഞനായിരുന്നു. രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു. അതായത് അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും വളരെയധികം ഒന്നും വ്യതിചലിക്കാതെ തന്നെ വ്യത്യസ്തമായ വിഭാഗങ്ങളുമായിട്ട് സഹകരിച്ച് പോകാനുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയും അത് നടപ്പാക്കാനുള്ള കർമ്മകുശലതയും എല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എനിക്ക് തോന്നുന്നത് ഗോവിന്ദൻ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു സാമർഥ്യമില്ല, കഴിവില്ല, അങ്ങനെ തന്നെ പറയണം. തീർച്ചയായിട്ടും. കാരണം ഇദ്ദേഹത്തിന്റെ സംഭാഷണം, ഇദ്ദേഹം പലപ്പോഴും ഈ താത്വിക അവലോകനങ്ങൾ നടത്താൻ ശ്രമിക്കാറുണ്ടെങ്കിലും അതൊക്കെ തന്നെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതെല്ലാം കേട്ടിരിക്കുന്നവർക്ക് വെറും വരട്ട് തത്വവാദം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് അത് നീക്കം ചെയ്യപ്പെടും. ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല. അപ്പം പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ ചിറകരിഞ്ഞു കോടിയേരിയുടെ മരണത്തോട് കൂടിയിട്ട്. ഇപ്പൊ പിണറായി ഒരുപക്ഷെ അത് തിരിച്ചറിയുന്നുണ്ടാവാം. അത് ഒരു കാരണം. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോ ഞാനിപ്പം പറയുന്നത്, ഇപ്പൊ ഈ ഉദാഹരണം മലപ്പുറത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല. അപ്പുറത്ത് കൊടുവള്ളിയിൽ ചെന്നാൽ, കോഴിക്കോട് അവിടെ കൊടുവള്ളിയിലോട്ട് ചെന്നാൽ കാരാട്ട് റസാക്കിനെ കൊണ്ടുവന്നു. ഇപ്രാവശ്യം തോറ്റുപോയി, ഇപ്രാവശ്യം മുനീറാണ് ജയിച്ചത്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പം നിരവധി ഉദാഹരണങ്ങൾ, വണ്ടൂരിൽ P മൈഥുന, അല്ലെങ്കിൽ കൊണ്ടോട്ടിയിൽ സുലൈമാൻ റഹ്മാൻ, പിന്നെ പെരിന്തൽമണ്ണയിൽ മുഹമ്മദ് മുസ്തഫ, അങ്ങനെ ഒരുപാട് ലീഗ് കോൺഗ്രസ് നേതാക്കളെ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനമുള്ള സ്വതന്ത്രരെ, ഇവരെയൊക്കെ മുസ്ലിം സമുദായത്തിൽ നിന്ന് കൊണ്ടുവന്നത്, ഞാൻ കുറച്ച് തുടക്കമിട്ടപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 92-ലെ ബാബറി, പിന്നെ 90-കളിൽ ആ ബാബറി മസ്ജിദ് പ്രശ്നത്തിന് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച്, എന്നിട്ട് അവരെ UDF-നല്ല RSS-നെ നേരിടാൻ കഴിയുന്നത്, RSS-നെ നേരിടണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന ഒരു പ്രതീതി മുസ്ലിം ജനവിഭാഗത്തിന്റെ തലയിൽ കയറ്റാൻ CPM-ന് കഴിഞ്ഞു. ഇത് കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ചു. ഇത് വടക്കൻ കേരളത്തിൽ മാത്രമല്ല, തെക്കും
ഇതിന്റെ ഗുണം CPM-ന് കിട്ടി. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾ നോക്കിയാൽ പണ്ടൊക്കെ ഇപ്പൊ ഞാൻ ആലപ്പുഴ തൊട്ട് തെക്കോട്ടുള്ള പലയിടത്തും നോക്കിയാൽ ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗങ്ങൾ, അല്ലെങ്കിൽ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ഇവിടെയൊക്കെ തന്നെ മുസ്ലിങ്ങൾ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന്റെ കൂടെ. അപ്പൊ തിരുവനന്തപുരത്തും നിങ്ങൾക്ക് അറിയാമല്ലോ, ആ വിഴിഞ്ഞം അങ്ങോട്ടുള്ള പ്രദേശങ്ങളിൽ കൈപ്പത്തിക്കേ വോട്ട് ചെയ്യുള്ളൂ. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വരുത്തി. ഇപ്പൊ കഴക്കൂട്ടത്തൊക്കെ അത് വളരെ കൃത്യമായിട്ട് CPM-ന് അനുകൂലമായിട്ട് പ്രതിഫലിച്ചു. കൊല്ലത്ത് അത് വളരെ കൃത്യമായിട്ട് പ്രതിഫലിച്ചു. കൊല്ലത്ത് നല്ല നിർണായകമായ മുസ്ലിം ജനസംഖ്യ ഉള്ള ഒരു ജില്ലയാണ്. പലരും അത് തിരിച്ചറിയുന്നില്ല. ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗം, ഇപ്പൊ ഉദാഹരണത്തിന് കായംകുളം, കൊല്ലത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കരുനാഗപ്പള്ളി, ഇവിടെ ഒക്കെ തന്നെ മുസ്ലിം മെജോറിറ്റി ഉണ്ട്. ഇടതുപക്ഷത്തിന് അനുകൂലം. മെജോറിറ്റി എന്ന് ഞാൻ പറയുന്നില്ല, അപ്പൊ നിർണായക ശക്തിയാണ്, വിധി നിർണ്ണയിക്കുന്നവരാണ്. അതെ. അപ്പോ ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ CPM-ന് കടന്നു കയറാൻ പറ്റിയത് ഇപ്പോഴത്തെ ഈ ഒരു 90-കൾക്ക് ശേഷമാണ്. അതിൽ CPM-ന്റെ ഈ അടവ് നയങ്ങൾ ഒരുപാട് പങ്ക് വഹിച്ചിരുന്നു. ചില മുസ്ലിം സ്വതന്ത്രർക്കും അല്ലെങ്കിൽ കോൺഗ്രസിലോ ലീഗിലോ ഒക്കെ ഉള്ള മുസ്ലിം നേതാക്കന്മാർക്കുമൊക്കെ ഇടം കൊടുക്കാൻ CPM തയ്യാറാകുകയും ചെയ്യും. അങ്ങനെയാണ് ഈ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവന്നത്. പക്ഷെ അതൊക്കെ ഇപ്പോൾ കൈവിട്ടു പോവുകയാണ്. ഇനി വരുന്ന ഈ മുസ്ലിം പിന്തുണയിൽ, അതായത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് ഐഡിയോളജിക്കൽ ഒരു ബേസിലല്ല. കമ്മ്യൂണിസം എന്ന ഒരു ആശയത്തെ ജനങ്ങൾ പുതുതായിട്ട് സ്വീകരിച്ച അങ്ങനെയൊന്നും അല്ല പിണറായി അധികാരം നിലനിർത്തിയതും വന്നതും. ഈ തന്ത്രപരമായ അടവ് നയത്തിലൂടെ, ആ അടവ് നയം പോയാൽ അടപടലേ ഈ സംവിധാനം താഴെ പോകും. മുസ്ലിം വോട്ട് കിട്ടുന്നില്ല വരുന്ന അസംബ്ലി ഇലക്ഷനെങ്കിൽ കോൺഗ്രസിനെ പോലെ ഈ നിലനിൽക്കാൻ, കോൺഗ്രസ് ഒരു റബ്ബർ ബന്ദ് പോലെയാണ്. അത് എത്ര അടിച്ചാലും പഴയതുപോലെ ഇങ്ങനെ അത്യാവശ്യം വഴങ്ങി ഇങ്ങനെ കിടക്കും. അതിന് CPM-നെ പോലെ വലിയൊരു നയപരിപാടി നടപ്പാക്കാനൊന്നും പറ്റില്ല, പക്ഷെ അതിങ്ങനെ നിലനിൽക്കും. പക്ഷെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ CPM വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ബംഗാളിലുണ്ടായ അതേ അവസ്ഥ ഒരുപക്ഷെ അതിലും വേഗത്തിൽ കേരളത്തിൽ സംഭവിച്ചു കൂടുന്നില്ല. കാരണം മുസ്ലിം വോട്ട് അഖിലേന്ത്യാ തലത്തിൽ അവർ CPM-നെ കൊണ്ട് അവർക്ക് പ്രയോജനമില്ല എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം CPM-ന് കേന്ദ്രഭരണത്തിൽ സ്വാധീനമില്ല, ബംഗാളിൽ സ്വാധീനമില്ല. പിന്നെ എന്തിനാണ് CPM-ന്റെ കൂടെ നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഈ കൊടുക്കൽ വാങ്ങലുകൾ എന്നാണ് നമ്മളെപ്പോഴും പറയുന്നത്. ഈ മുസ്ലിം ഒരിക്കലും കമ്മ്യൂണിസത്തിന്റെ ഭാഗമല്ല, അവർക്ക് പറ്റുകയുമില്ല. കാരണം ഇസ്ലാം ഒരു സമ്പൂർണമായ ഒരു ഫിലോസഫിയാണ്. അതിൽ രാഷ്ട്രീയം മതവുമായിട്ട് വേർതിരിക്കപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഇസ്ലാം CPM-ഉമായിട്ട് അടുക്കുമ്പോൾ അത് ചില കോമൺ അജണ്ടകളുടെ, മിനിമം പരിപാടികളുടെ അടിസ്ഥാനത്തിലാണ്. ആ അജണ്ടകൾ അവിടെ ഇല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാവുന്ന അവസ്ഥ വന്നാൽ അവരൊരിക്കലും കമ്മ്യൂണിസത്തിന്റെ സഹായം അവർ തേടില്ല. ഞാൻ ഉറപ്പ് പറയുന്നു, വരാൻ പോകുന്ന ദിവസങ്ങളിൽ മലപ്പുറം, കോഴിക്കോട് അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ മൊത്തത്തിൽ ഇനി CPM-ന്റെ സഹായം വേണ്ട അവിടുത്തെ മുസ്ലിം ജനസമൂഹത്തിന് സ്വന്തം കാലിൽ നിൽക്കാൻ. ഇനി RSS-നെ നേരിടാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹായമൊന്നും വേണ്ട, ഞങ്ങളെ നേരിടാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അവിടെ. കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ സമുദായമാണ് കേരളത്തിലെ മുസ്ലിം സമുദായം. ജനസംഖ്യാ അടിസ്ഥാനത്തിൽ അവർക്ക് പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷമുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടേതായ ഒരു രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കേരളത്തിൽ രൂപപ്പെടും. അതിന് ഏറ്റവും പറ്റിയ സഖ്യം കോൺഗ്രസ് ആണ്. CPM-ന്റെ കൂടെ നിന്ന് അത് അത്ര എളുപ്പമല്ല. വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു പുതിയ നേതൃത്വ നിര, അസർട്ടീവായിട്ടുള്ള, അതായത് അവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും ശക്തമായിട്ടും നേടിയെടുക്കുന്ന ഒരു നേതൃത്വ നിര ലീഗിലും വടക്കൻ കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടാകും. വരുന്ന അസംബ്ലി ഇലക്ഷനിൽ CPM ഈ കയ്പുനീര് കുടിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതാണ് എൻ്റെ വിലയിരുത്തൽ. മുസ്ലിം രാഷ്ട്രീയം, ഇതുവരെയുള്ള മുസ്ലിം രാഷ്ട്രീയവും അടവ് നയവും ഇനി പിണറായി മാറ്റിവെച്ച്, അത് പിണറായിക്കും അറിയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ വിമർശിച്ച് ഹിന്ദു നിലപാടുകളും ഒക്കെ എടുത്ത് ശബരിമല ആഗോള സംഗമമൊക്കെ നടത്തി, എന്നാൽ മറ്റേത് പോവുകയാണെങ്കിൽ ഇപ്പുറത്തൊന്നെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച. പക്ഷേ ഈ കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കുന്നത് ലഭിച്ചതുമില്ല, കിട്ടിയതുമില്ല എന്നാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ട്. നമ്മൾ വായിക്കേണ്ടത് അങ്ങനെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.